എല്ലാ മാന്യപ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഈ കാലയളവിൽ രക്ഷയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിസ്തീയ ആധ്യാത്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തപശ്ചര്യകളല്ല, വിശ്വാസമാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അത് നിങ്ങൾ നേടിയെടുക്കുന്നതല്ല, ദൈവത്തിൻ്റെ സൗജന്യ ദാനമായി ലഭിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഫലമായി നമുക്ക് ദാനമായി ലഭിക്കുന്ന വിശ്വാസമാണ് രക്ഷയുടെ അടിസ്ഥാനം. പാപമോചനം വഴിയുള്ള രക്ഷ എനിക്ക് ലഭിക്കുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് എന്നോട് പുറത്ത് ദൈവം എൻ്റെ കടങ്ങളെല്ലാം അടച്ചു തന്നു, എന്നെ ദൈവം സ്വീകരിച്ചു, എനിക്ക് ദൈവ സ്വീകാര്യതയുണ്ട് എന്നൊരു വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അയാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടല്ല, ദാനധർമ്മങ്ങളുടെ ഫലമായിട്ടോ അല്ല, തപശ്ചര്യകളുടെ ഫലമായിട്ടോ അല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ദൈവം വെളിപ്പെടുത്തിയതുകൊണ്ടാണ്. ദൈവം നിന്നെ നീതീകരിച്ചിരിക്കുന്നു, നിന്റെ പാപം നിനക്കെതിരെ ദൈവം പരിഗണിക്കുന്നില്ല, പാപം ചെയ്യാത്ത ഒരാളെപ്പോലെ ദൈവം നിന്നെ പരിഗണിക്കുന്നു എന്നൊരാൾക്ക് വിശ്വസിക്കാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് ഒരാൾക്ക് ദൈവ സ്വീകാര്യത എന്ന അനുഭവം ഉണ്ടാവുകയുള്ളൂ. അനുതാപം എന്ന അനുഭവം ഒരാൾക്കുണ്ടാകുന്നത്, എൻ്റെ ദൈവം എന്നോട് കരുണ കാണിച്ചു, എൻ്റെ കടങ്ങൾ ഇളച്ചു തന്നു, ശിക്ഷാവിധിയിൽ നിന്ന് എനിക്ക് മോചനമുണ്ട് എന്ന അറിവിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമാണ്. ഈ വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും പരസ്യജീവിതത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഫലമായിട്ടാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ഞാൻ ചെയ്യുന്ന പരിഹാര പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്, ഞാൻ ചെയ്യുന്ന തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും തപശ്ചര്യകളുടെയും ഫലമായിട്ടാണ് എനിക്ക് വീണ്ടെടുപ്പ് ലഭിക്കുന്നതെന്ന്, എനിക്ക് മോക്ഷം ലഭിക്കുന്നതെന്ന് ആരും കരുതരുത്. കാരണം എന്തെല്ലാം ചെയ്താലും താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും എനിക്ക് ദൈവ സ്വീകാര്യതയുണ്ട് എന്നതിൻ്റെ ഒരു ഉറപ്പും തരുന്നില്ല, അതിന് ഒരു തെളിവും ഇല്ല. എന്നാൽ എനിക്ക് ദൈവ സ്വീകാര്യതയുണ്ട് എന്നതിൻ്റെ തെളിവ് മനുഷ്യാവതാരത്തിലൂടെ ദൈവം നമുക്ക് നൽകി. കുരിശുമരണത്തിലൂടെ നാം കാണുന്നുണ്ട്, ഏത് മഹാപാപം ചെയ്താലും ദൈവത്തിൻ്റെ നിലപാട് ഇവർ ചെയ്തതെന്തെന്ന് ഇവരറിയുന്നില്ല എന്ന നിലപാടാണ്, നീതീകരിക്കുന്ന നിലപാടാണ് എന്ന് നാം കണ്ടു. അതിന് സാക്ഷ്യമുണ്ട്, വെറുതെ പറയുകയല്ല. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ വ്യക്തമാണ്. ഈ സത്യമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. എൻ്റെ ദൈവം എന്നെ നീതീകരിച്ചിരിക്കുന്നു, എൻ്റെ പാപങ്ങൾ എനിക്കെതിരെ പരിഗണിക്കാതെ പാപം ചെയ്യാത്ത ഒരാളെപ്പോലെ എന്നെ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ സാക്ഷ്യമാണ് യേശുവിൻ്റെ ജീവിതം. അവിടുത്തെ പരസ്യജീവിതം മുഴുവനും ഈ സത്യത്തിൻ്റെ സാക്ഷ്യമാണ്. അതുപോലെ പീലാത്തോസിനോട് ഈശോ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ്. ഏത് സത്യത്തിന്? ദൈവം മനുഷ്യരുടെ പാപം അവർക്കെതിരെ പരിഗണിക്കാതെ അവരെ സ്വീകരിക്കുന്നവനാണ്, അവർക്ക് അഭയം കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾക്കൊരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്തു പോയ പാപത്തിന് ദൈവം നിങ്ങളോടൊരു പരിഹാരം ആവശ്യപ്പെടുന്നില്ല. യേശുവിൻ്റെ കുരിശുമരണം എനിക്ക് പരിഹാരമായി തരുന്നത് എന്തുകൊണ്ടാണ്? നീ ഒരു പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എന്നെ വിശ്വസിപ്പിച്ചതാണ് ആ കുരിശുമരണം. അതെന്നെ നീതീകരിച്ചതാണ്. ഇവർ ചെയ്തതെന്തെന്ന് ഇവരറിയുന്നില്ല എന്ന നിലപാടാണ് ദൈവത്തിൻ്റേത് എന്നെ വ്യക്തമാക്കി ബോധ്യമാക്കി വിശ്വസിപ്പിച്ചതാണ്. അതുകൊണ്ട്
യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതയാലാണ് ഒരാൾക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. അത് വിശ്വസിക്കുന്നതിലൂടെയാണ്. എനിക്ക് വേണ്ടി മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ സഹായം എനിക്കുണ്ട്. അവിടുത്തോടുകൂടി ഒരു ജീവിതം സാധ്യമാണ്. അതുകൊണ്ടാണ് മരിച്ചു എന്നുള്ളത് മാത്രമല്ല, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എൻ്റെ പക്ഷത്ത് അവനുണ്ട്. അതുകൊണ്ടാണ് പൗലോസിലെ ചോദിക്കുന്നത്, ദൈവം നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ ആര് നമുക്ക് എതിര് നിൽക്കും? ആരൊക്കെ എതിർത്താൽ എന്താ? സർവശക്തനായ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. ദൈവം എന്നെ നീതീകരിച്ചിട്ടുള്ളപ്പോൾ പിന്നെ ആര് കുറ്റപ്പെടുത്തിയാൽ എന്താ? ദൈവത്തിൻ്റെ നീതീകരണം എനിക്ക് മതിയല്ലോ. അപ്പോൾ അതൊക്കെ വ്യക്തമാക്കാനും വിശ്വസിപ്പിക്കാനാണ് ഈശോ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായിട്ട് അവതരിച്ച് പരസ്യജീവിതം നയിച്ച് പാടുപെടുകൾ സഹിച്ച് പാപികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ ഈശോ പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചൊരു പുതിയ സൃഷ്ടിയാവുക. അപ്പം നമ്മളോട് അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച് ഒരു പുതിയ സൃഷ്ടിയാകാനാണ്. പക്ഷെ പലരും പുതിയ സൃഷ്ടിയാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. പിന്നെയോ പുതിയ സൃഷ്ടി ചെയ്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പുതിയ സൃഷ്ടി ചെയ്ത കാര്യങ്ങൾ പുതിയ സൃഷ്ടിക്കേ പറ്റൂ. പുതിയ സൃഷ്ടിയാകാത്തവരത് ചെയ്താൽ ഭാരമാണ്, മടുത്തു പോവും. ഇന്ന് അനേകർ ഭാരപ്പെടുകയാണ്. എന്നിട്ട് പറയാണ് ക്രൈസ്തവ ജീവിതം പ്രായോഗികമല്ല. യേശുക്രിസ്തു പറഞ്ഞവരൊക്കെ ജീവിക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് പറയുകയാണ്. ക്ഷമിക്കണമെന്നൊക്കെ പറയും. എന്നിട്ട് പറയും ക്ഷമിക്കുക അത്ര എളുപ്പമല്ല, സഹിക്കുക അത്ര എളുപ്പമല്ല. എളുപ്പമല്ലാത്ത ആർക്കാണ്? ജലത്താലാത്മാവിനാലും വീണ്ടും ജനിച്ചൊരു പുതിയ സൃഷ്ടിയാകാത്തവർക്കാണ് ഇത് ഭാരമായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരും ചെയ്തുപോയ പാപത്തിന് തക്കതായ പരിഹാരം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഓരോരുത്തരും ചെയ്തുപോയ പാപങ്ങൾക്ക് തക്കതായ പരിഹാരം ചെയ്യാൻ തുടങ്ങിയാൽ അതൊരിക്കലും ആ പരിഹാര പ്രവൃത്തി അവസാനിക്കുകയില്ല. തക്കതായ പരിഹാരമാണോ താൻ ചെയ്തതെന്ന് ആർക്കും ഉറപ്പില്ല. പരിഹാരം ചെയ്ത് തീർന്നോ എന്ന് ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും പരിഹാര പ്രവൃത്തിയായിട്ട് നടക്കുക എന്നല്ലാതെ ഒരിക്കലും യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റില്ല. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. എൻ്റെ ദൈവം എൻ്റെ പാപം എനിക്കെതിരെ പരിഗണിച്ചിട്ടില്ല എന്ന സത്യം എന്നെ ഈ പരിഹാര പ്രവർത്തനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കും. ദൈവം നിൻ്റെ പാപം നിനക്കെതിരെ പരിഗണിക്കാത്തത് കൊണ്ടാണ് നിനക്ക് രക്ഷ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ നിനക്കെതിരെ തെറ്റ് ചെയ്യുന്നവരുടെ തെറ്റ്, പാപം, അവർക്കെതിരെ നീ പരിഗണിക്കരുത്. അവരെ തെറ്റ് ചെയ്യാത്തവരെ പോലെ, പാപം ചെയ്യാത്തവരെ പോലെ പരിഗണിക്കണം. അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ നീതീകരിക്കുകയാണ് വേണ്ടത്. സൗജന്യമായി പാപമോചനം കിട്ടി എന്ന അനുഭവമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിനക്ക് സൗജന്യമായി കിട്ടി, നീ സൗജന്യമായിട്ട് കൊടുക്കുക. സൗജന്യമായി കിട്ടുന്നത് മാത്രമേ സൗജന്യമായി കൊടുക്കാൻ പറ്റുള്ളൂ. സൗജന്യമായി കൊടുക്കുന്നതിൻ്റെ അനുഭവം എന്താണ്? ഫലം എന്താണ്? കൊടുത്തതിൻ്റെ അനുഭവമാണെങ്കിൽ വീണ്ടും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുവാനൊരു തീഷ്ണതയുണ്ടാവും. കാരണം എന്താണ്? കൊടുക്കുവാൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ എത്ര പേർക്ക് രക്ഷ കൊടുക്കുന്നു, രക്ഷയുടെ സന്ദേശം കൊടുക്കുന്നു, അതനുസരിച്ച് എനിക്ക് രക്ഷയുടെ അനുഭവം കിട്ടും, പാപമോചനത്തിൻ്റെ അനുഭവം കിട്ടും. പാപമോചനം പൂർണ്ണമാകുന്നപ്പോഴാണ്. പാപമോചനം പൂർണ്ണമാകുന്നത് നിത്യജീവനായ യേശുക്രിസ്തുവിനോട് അഭേദ്യമായൊരു ഗാഠമായൊരു ബന്ധം ഉണ്ടാകുമ്പോഴാണ്. എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവർത്തനത്തെ ഓർക്കുമ്പോൾ എനിക്ക് ഈശോയോടൊരു പ്രതിസ്നേഹം തോന്നും. ആ പ്രതിസ്നേഹം അവൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ എന്നെ നിർബന്ധിക്കും. അതാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, മറ്റുള്ളവരെ വീണ്ടെടുക്കാനും രക്ഷിക്കാനും എന്നെ നിർബന്ധിക്കുകയാണ്. കാരണം ഞാൻ വീണ്ടെടുക്കപ്പെടുമ്പോഴാണ് വീണ്ടെടുപ്പിൻ്റെ സന്തോഷം എന്താണ്,
പാപമോചനത്തിൻ്റെ ആനന്ദം എന്താണെന്നൊരു വ്യക്തി മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് സൗജന്യമായി കിട്ടി ഈ പാപമോചനത്തിൻ്റെ സുഖം ലോകത്തിൽ എല്ലാവർക്കും കിട്ടണമേ എന്നുള്ള ആഗ്രഹമുണ്ടാകും. അങ്ങനെ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കും. ആ അധ്വാനത്തിൽ എനിക്ക് ഭാരമുണ്ടാവുകയില്ല. കാരണം അതെന്നെ കൂടുതൽ ആനന്ദിപ്പിക്കും. ഒരു വ്യക്തി രക്ഷപ്പെടുന്നത് കാണുമ്പോൾ അത് തന്നെ എനിക്ക് നിർവൃതി നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ നീ ചെയ്ത പാപത്തിന് തക്കതായ പരിഹാരം നീ ചെയ്യണമെന്ന് പറയുമ്പോൾ മറ്റാരെക്കുറിച്ചും ശ്രദ്ധയുണ്ടാവില്ല. എൻ്റെ പാപത്തിന് ഞാൻ പരിഹാരം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് പരിഹാര പ്രവൃത്തികൾ ചെയ്ത് നടക്കുകയും മറ്റുള്ളവരെ വിസ്മരിക്കുകയും പരസ്നേഹം എന്ന ഒന്ന് ഇല്ലാതാകുകയും ചെയ്യും. എല്ലാവരും തങ്ങളിലേക്ക് തന്നെ തിരിയും. അത് ക്രിസ്തീയതയല്ല. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് പരിഹാര പ്രവൃത്തിയും പ്രായശ്ചിത്തവും ചെയ്ത് മറ്റുള്ളവരെ അവഗണിച്ച് തങ്ങളെ തന്നെ കേന്ദ്രീകരിച്ച് ജീവിക്കുക എന്നൊരു അപകടമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഉപവസിക്കുന്ന വന്നിരിക്കട്ടെ. ഞാൻ ഉപവസിക്കുമ്പോൾ, ഞാൻ പലതും ഉപേക്ഷിക്കുമ്പോൾ അത് എൻ്റെ സഹോദരന് പ്രയോജനകരമാകത്തക്ക രീതിയിൽ അവന് വേണ്ടി ഞാൻ വ്യയം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ക്രിസ്തീയത എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുക, നീ നിന്നെ തന്നെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ പ്രതി, യേശുക്രിസ്തുവിനെ പ്രതി വേണം ഈ സഹോദരനെ സ്നേഹിക്കൽ. അതിന് ഏറ്റവും ഉചിതമായൊരു സമയമാണിത്. അതുകൊണ്ട് ഈ കാലഘട്ടം നമുക്ക് മറ്റെല്ലാവരെയും സ്നേഹിക്കാൻ, അവരെല്ലാം രക്ഷയിലേക്ക് നയിക്കാൻ കാരണമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കാം. നിരന്തരം യേശുവിനോട് ഗാഠമായൊരു ബന്ധം പുലർത്താൻ ഈ തപസ്സും പ്രായശ്ചിത്തമൊക്കെ ഉപകരിക്കുമെങ്കിൽ, ഈ നോമ്പാചരണം ഉപകരിക്കുമെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ അതിനപ്പുറം ഇത് നമ്മെ രക്ഷയിലേക്ക് നയിക്കും എന്ന് വിചാരിക്കരുത്. രക്ഷ യേശുവിനോടുള്ള ആ ഗാഠമായ ബന്ധത്തിൻ്റെ ഫലമാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. ആമേൻ.